ഹലോ, നമുക്കേ ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കിയാലോ? എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് എടുക്കാം. എൻ്റെ കയ്യിൽ കളർ പേപ്പേഴ്സ് ആയിരുന്നു കൂടുതലുണ്ടായത്, അതുകൊണ്ട് ഞാനതെടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേപ്പറാണുള്ളതെങ്കിൽ അതെടുത്താലും മതി. അതും അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ നോട്ട് ബുക്കിലൊക്കെ കുറച്ച് പേപ്പേഴ്സെങ്കിലും ബാക്കി കാണില്ലേ, അതൊക്കെ ഇങ്ങോട്ട് എടുത്തോ. ഇനി നമുക്ക് വേണ്ട അളവിൽ പേപ്പേഴ്സൊക്കെ പീസാക്കി എടുക്കാം. ഒരു പേപ്പർ രണ്ടായി മടക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. നമ്മൾ മിനി ബുക്കല്ലേ ഉണ്ടാക്കണേ, അപ്പോൾ ക്യൂട്ട്നെസ് ഇത്തിരി കൂടി കൂട്ടാനായിട്ട് നമ്മൾ ആ പേജിൻ്റെ അരികു വശമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പേപ്പേഴ്സിനെയൊക്കെ നമുക്ക് ബുക്കാക്കി എടുക്കണ്ടേ. അപ്പോൾ എന്താ ചെയ്യുക, മടക്ക് വരുന്ന ഭാഗമൊക്കെ ഒരുപോലെ വെച്ച് കൊടുക്കുക, പിന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഇനി നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവനെ മാറ്റി വയ്ക്കാം. നല്ല പോലെ നുണങ്ങി സെറ്റ് ആവട്ടെ. ഇനി നമ്മുടെ ബുക്കിനായിട്ടുള്ള കവർ പേജ് ഉണ്ടാക്കാം. കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. നമുക്ക് ബുക്കിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ആ ബുക്കിൻ്റെ വണ്ണാണ് നമ്മൾ നടുവിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മാർക്ക് ചെയ്ത് കൊടുത്ത രണ്ട് വരയിലും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കവർ പേജ് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കവർ പേജിൻ്റെ കട്ടിംഗ് ഒക്കെ സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു കവർ പേജിനെ പൊതിഞ്ഞെടുക്കണ്ടേ. എന്നാൽ അതിനായിട്ടൊരു പേപ്പർ എടുക്കുക. അതിനുശേഷം നമ്മുടെ കവർ പൊതിഞ്ഞു കൊടുക്കുക. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കവർ പേജിനേക്കാളും ഇരട്ടി വലുപ്പത്തിൽ പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ നോട്ട് ബുക്കിനൊക്കെ കവർ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പതിവൊന്നും നമുക്കില്ല കേട്ടോ. ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പേപ്പറല്ലേ, പെട്ടെന്ന് തന്നെ സെറ്റ് ആയിക്കോളും. ഇനി പേജസ് ഒക്കെ കട്ട് ചെയ്തപ്പം എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്ന 2 പീസായിരുന്നു. അത് നമുക്ക് ഉൾവശത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ കവർ പേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. അതിനായിട്ട് ഒരു കുഞ്ഞു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക. പിന്നെ ഒരു പേപ്പർ ലോങ് ആയിട്ട് കട്ട് ചെയ്തിട്ട് 3ആയി മടക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് ഒന്നുകൂടി മടക്കി കൊടുക്കുക. നമ്മൾ എടുത്തേക്കുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റിന് ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ, അതും റെഡി. ഇത് നമ്മുടെ കവർ പേജിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് പേപ്പർ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിതേ നമ്മുടെ കവറിന് പുറത്തായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രെയിം ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പേപ്പർ പീസിന് പകരമായിട്ട് നമുക്ക് ഗ്ലിറ്റർ പൗഡറോ കുഞ്ഞു കുഞ്ഞു ബീഡ്സോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഇനി അതിനുള്ളിലായിട്ട് നമ്മൾ പേജസ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിനി നോട്ട് ബുക്ക് എങ്ങനെയുണ്ട്? പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ.